എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്ന് പെരുന്നാളൊക്കെ ആയതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഇന്നൊരു ബീഫ് കറി ഉണ്ടാക്കാൻ പോവാണേ. വീഡിയോ ഫുള്ളായിട്ട് തന്നെ എല്ലാവരും കാണണേ. നമ്മൾ എടുത്തിരിക്കുന്നത് 1 കിലോയുടെ 2 പാക്കറ്റ് ബീഫാണ്. ഇത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് കുതിർക്കാൻ വെക്കാവേ, ഐസ് മാറാൻ. ഇപ്പോൾ പാക്കറ്റൊക്കെ പൊട്ടിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചിടുവാണ്. ഇനി ബീഫ് ഒന്ന് ചെറിയ കഷ്ണമൊക്കെ ഒന്ന് ഞുറുക്കാവേ. തീരെ ചെറുതാക്കുന്നില്ല, അത്യാവശ്യം വലിയ പീസാക്കി തന്നെയാണ് കട്ട് ചെയ്യുന്നത്. ഇനി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യാവേ. വാഷ് ചെയ്ത് കഴിഞ്ഞ് നന്നായിട്ട് വെള്ളം പിഴിഞ്ഞ് വേണം ബീഫ് എടുക്കാൻ. ഇതിപ്പോൾ 2 കിലോ ബീഫിന് 4 സവോളയാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ സവോള അരിയാൻ കൊടുക്കുന്ന ശരത്തേട്ടനാണ്. ശരത്തേട്ടൻ നല്ല അടിപൊളിയായിട്ടാണ് സവോള അരിയുന്നത്. നല്ല ഫാസ്റ്റായിട്ടാണ് പുള്ളിക്കാരെ സവാള അരിയുന്നത്. എന്നെക്കൊണ്ടൊന്നും പറ്റത്തില്ല കേട്ടോ ഇത്ര സ്പീഡിൽ സവാള അരിയാൻ. ഞാൻ അരിഞ്ഞാൽ എൻ്റെ വിരൽ താഴെ കിടക്കും. എനിക്കും ഇതുപോലെ സ്പീഡിൽ അരിയാൻ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ബാൻഡേജ് ഒരുപാട് ചിലവാകും. അതുകൊണ്ട് ഞാൻ പിന്നെ ആ പരിപാടി അങ്ങ് നിർത്തിയേ. പിന്നെ TV ഒക്കെ കണ്ട് പയ്യെ അരിഞ്ഞ് അപ്പോഴത്തേനും അശ്വന്ത് മല്ലിച്ചപ്പൊക്കെ ആയിട്ട് വന്നേ. ഇനി അശ്വന്താണ് മുളക് അരിയുന്നത്. അവനാണ് മുളക് അരിയുന്നതിൽ സ്പെഷ്യലിസ്റ്റാണ്. പല ഡിസൈൻ ഇട്ടാണ് മുളക് അരിയുന്നത്. എല്ലാവരുടെയും ഒരു പാർട്ടിസിപ്പേഷനുള്ള ബീഫ് കറിയാണ്. ഉപ്പും മഞ്ഞപ്പൊടി ഇഞ്ചി എല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കുവാണ്. ഇളക്കി കഴിഞ്ഞ് ഞാൻ നേരെ ഇത് അടുപ്പിലേക്ക് വെക്കുവാണ്. ആ ടൈമിൽ നമുക്ക് സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഒന്ന് വഴറ്റാൻ സ്റ്റാർട്ട് ചെയ്യാവേ. അതെല്ലാം ഓൾറെഡി അരിഞ്ഞ് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുവാണ്. ഇതാണ് അരിഞ്ഞു വെച്ചതെല്ലാം. സവോള ഉണ്ട്, പച്ചമുളകുണ്ട്, തക്കാളിയുണ്ട്, ഇഞ്ചിയുണ്ട്. നമ്മൾ ബീഫ് കുക്ക് ചെയ്യുന്ന ചട്ടിക്കകത്താണ്. ചട്ടി അങ്ങനെ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കി ഇച്ചിരി എണ്ണ ഒഴിച്ചു. ഇനി എണ്ണ തിളച്ച് വരുമ്പോഴത്തേനും കുറച്ച് കടുക് എടുക്കാവേ. കടുക് എടുത്തിട്ട് പയ്യ എണ്ണയ്ക്കകത്തോട്ടിടാം. പിന്നെ കുറച്ച് മസാലക്കൂട്ട്, പൊടിക്കാത്ത കുറച്ച് മസാലക്കൂട്ട് നമ്മൾ ഇടുവാണ്. ആദ്യം കുറച്ച് പെരിഞ്ചീരകം ഇട്ടു. അത് കഴിഞ്ഞ് കുറച്ച് പച്ചയിലൊക്കെ ഇട്ടേ. കറിക്ക് മസാലയുടെ ഒരു സ്മെല്ല് കിട്ടാനാണ് ഇതൊക്കെ ചേർത്ത്. നല്ല രീതിയിൽ ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കാവേ. പൊടിക്കാത്ത മസാലക്കൂട്ടെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാവേ. ഇഞ്ചിയും വെളുത്തുള്ളിയും ആ എണ്ണയ്ക്കകത്തോട്ട് അങ്ങ് ഇട്ടിട്ട് അതും നന്നായിട്ട് വഴറ്റണേ. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇളക്കി കൊടുക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് തീ കുറച്ചിട്ട് ചട്ടിയിൽ അപ്പോൾ തീ നന്നായിട്ട് കയറുന്നുണ്ടായിരുന്നു. അപ്പം തീ കുറച്ച് നന്നായിട്ട് വഴറ്റി വെച്ചേ. ഇനി ഇടാൻ പോകുന്ന കുറച്ച് പത്തലമുളകാണ്. അതും കുറച്ചിട്ടിട്ട് അതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റണേ. ഇതാണ് നമ്മുടെ ബീഫ് ഉണ്ടാക്കുന്ന ചേട്ടൻ. പുള്ളിയുടെ പേര് സനു എന്നാണ്. പുള്ളിക്കാരൻ നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യുവേ. പുള്ളിയാണ് ഈ ബീഫ് കറിയുടെ ക്യാപ്റ്റൻ. പുള്ളി പറയുന്ന രീതിക്കാണ് നമ്മൾ ഓരോ സംഭവങ്ങൾ അരിഞ്ഞും പെറുക്കിയെല്ലാം കൊടുത്തേക്കുന്നത്. ഇനി ഇടാൻ പോകുന്ന സവാളയാണ്. സവാള അരിഞ്ഞു വെച്ച സവാള മൊത്തം അങ്ങിട്ട് ഇനി അതും നന്നായിട്ടൊന്ന് ഇളക്കണേ. സവാള കുറച്ച് നന്നായിട്ട് തന്നെയാണ് ഇളക്കുന്നത്. ഇനി അത് കഴിഞ്ഞ് നമ്മൾ ഇടാൻ പോകുന്നത് കുറച്ച് പച്ചമുളകാണ്. പച്ചമുളക് ഫുൾ ഇടുന്നില്ല, കുറച്ചിട്ടിട്ട് ലാസ്റ്റ് കറി ആയി കഴിയുമ്പോൾ കുറച്ച് ബാലൻസ് എടുത്ത് വെച്ചേക്കുവാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടേ. അഖിലാണെങ്കിൽ കറിവേപ്പില എണ്ണിയാണ് പുള്ളിക്ക് കൊടുക്കുന്നത്. കറിവേപ്പില ഒന്നാതെ കിട്ടാൻ ഇല്ല. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരുപാട് അങ്ങ് ഇടുന്നില്ല കറിക്കകത്ത്, നോർമലായിട്ട് തന്നെ ഇടുന്നുള്ളേ. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. അങ്ങനെ നമ്മുടെ സവാള വഴറ്റി ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതും ചേട്ടൻ ഇളക്ക് നിർത്തിയിട്ടില്ല, ഇളക്ക് കണ്ടിന്യൂ ചെയ്യണേ. ഇളക്കി ഇത് ഇപ്പം സവാള എല്ലാം കൂടി ഒരു പരുവേ. അപ്പോൾ കുറച്ച് മല്ലിയും മുളകും എടുത്ത് നമ്മളൊന്ന് ചൂടാക്കുകയാണ്. നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് മസാലയും ഇത് ചേർക്കാൻ തുടങ്ങി. ഇപ്പോൾ ബീഫ് മസാലയാണ് ചേർത്തേക്കുന്നത്. ബീഫ് മസാല കുറച്ച് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. ആ മസാല എല്ലാം കൂടെ ആ സവാളയിലും ഇഞ്ചിയിലും വെളുത്തുള്ളിയിലും ഒന്ന് പിടിക്കുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കണേ. ആ ഇപ്പോൾ ഇട്ട ബീഫ് മസാല പിടിച്ചു കഴിഞ്ഞാണ് നമ്മളിനി അടുത്ത മസാലക്കൂട്ടിടുന്നത്. സോറി, മല്ലിയും മുളകും ഇടുന്നത് എനിക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ. പുള്ളിക്കാരനത് എന്നോട് പറയാതെ തന്നെ അങ്ങിട്ടെ. നമുക്ക് തേങ്ങാക്കൊത്ത് ചേർക്കണമല്ലോ. അപ്പോൾ തേങ്ങാക്കൊത്ത് എണ്ണയിലിട്ടൊന്ന് വാട്ടിയിട്ട് ചേർക്കാനാണ് ഇരിക്കുന്നത്. വാടി വന്ന് തേങ്ങാക്കൊത്ത് നമ്മൾ അരപ്പിൻ്റെ കൂടെ ഇട്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. ഇനിയാണ് ഇളക്കേണ്ടത്. ഇളക്കി ചേട്ടൻ്റെ കൈക്ക് വേദന എടുക്കുന്നെന്ന് ചേട്ടൻ പറഞ്ഞത്. പിന്നെ നമ്മളിടയ്ക്ക് തവിയൊന്ന് അശ്വന്തിൻ്റെ കൊടുക്കുന്നുണ്ട്. അവൻ ഇളക്കാൻ നല്ല മിടുക്കനായതുകൊണ്ട് അവൻ ഇളക്കിക്കോളും. ഇനി വേവിച്ച് വെച്ച ബീഫ് നമ്മൾ ഇടാൻ പോകണേ. ആദ്യം ആ ഗ്രേവി അങ്ങ് ഒഴിച്ച് ബീഫ് മൊത്തം കുടഞ്ഞിട്ട ചട്ടിക്കകത്തോട്ടെ. നല്ല മണം വരുന്നുണ്ട്, ഇറച്ചി വെന്തതിൻ്റെ നല്ല മണം വരുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. ആ ഗ്രേവി എല്ലാം ഇറച്ചിയിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തല്ലേ, അപ്പോൾ ഒന്ന് ഉപ്പുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോകണേ. ഉപ്പ് എങ്ങനെയുണ്ടെന്ന്, ഉപ്പ് കുറവോ കൂടുതലോ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്.
നോക്കിയപ്പോൾ ഉപ്പിച്ചിരി കുറവാണ്. എന്നായാലും നമ്മൾ ലാസ്റ്റ് ചേർക്കാമെന്ന് വെച്ചു ഉപ്പ്. വേണ്ടത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കറി. അപ്പം തിളയ്ക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ നല്ല സ്മെല്ല് വരാൻ തുടങ്ങിയേ. തിളച്ച് മറിയുക. അപ്പോൾ ആ മസാലയുടെ എല്ലാം കൂടെ സ്മെല്ല് നമ്മുടെ റൂമിൽ മൊത്തമായേ. നല്ല മണമായിരുന്നേ. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. കണ്ണൂർ, തൃശ്ശൂർ, കോട്ടയം, പത്തനംതിട്ട ഈ ജില്ലകളെല്ലാം കൂടെ ഒന്നിച്ചപ്പോൾ കിട്ടിയ കറിയാണ് ഇത്. സംഭവം നല്ല സെറ്റായിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കി. ടേസ്റ്റ് അടിപൊളിയാണ്. നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചൊരു ബീഫ് കറി ഉണ്ടാക്കുന്നത് ഇതാദ്യമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് തരണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത്രയും ജില്ലക്കാർ ഒന്നിച്ച് നിന്നുകൊണ്ടാന്ന് തോന്നുന്നു കേട്ടോ. കറി വേറെ ലെവൽ സാധനം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാവേ. അപ്പോൾ ഓക്കെ, ബൈ.